ഓഡിറ്റോറിയത്തിന്റെ ഉള്ളിൽ നിന്ന് ഉയർന്ന പാട്ടിൽ ലയിച്ചുകൊണ്ട് രണ്ടുപേരും പരസ്പരം നോക്കി നിന്നു. പാട്ടിൽ ലയിച്ചു നിന്ന അവളുടെ ഇടുപ്പിലൂടെ അവന്റെ കൈകൾ ചുറ്റി വരിഞ്ഞപ്പോൾ ജെനി പിടയുന്ന കണ്ണുകളോടെ അവനെ നോക്കി. അവളുടെ കണ്ണുകളുടെ പിടച്ചിൽ ആസ്വദിച്ചുകൊണ്ടവൻ അവളുടെ സാരിക്കിടയിലൂടെ അവളുടെ നഗ്നമായ ഇടുപ്പിൽ പിടിമുറുക്കിയപ്പോൾ കണ്ണടച്ചുകൊണ്ട് അവൻ അവന്റെ ഷർട്ടിൽ അള്ളിപ്പിടിച്ചു. കണ്ണടച്ചു നിൽക്കുന്ന അവളുടെ കവളുകളിലൂടെ അവന്റെ വിരലുകൾ തഴുകിയപ്പോൾ ജെനിയുടെ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരി അവളിലേക്കും പടർന്നു. അവളുടെ വലത് കവളെ അവന്റെ കൈപ്പത്തി വെച്ച് അവളുടെ നെറ്റിയിൽ അവൻ ചുണ്ടുകൾ ചേർത്തപ്പോൾ ജെനി പതിയെ കണ്ണുകൾ തുറന്നു. നെറ്റിയിൽ നിന്നും അവളുടെ വെള്ളാരം കണ്ണുകളിൽ അവന്റെ അധരങ്ങൾ പതിഞ്ഞപ്പോൾ കണ്ണടച്ചുകൊണ്ട് അവൾ അത് സ്വീകരിച്ചു. നാസികയിലൂടെ ഊർന്നിറങ്ങിയ അധരങ്ങൾ അവളുടെ മൂക്കുത്തിയെ തലോടിക്കൊണ്ട് ഇരു കവളിലും മുദ്രണം ചാർത്തി. ജെനി അവളുടെ കൂമ്പി അടഞ്ഞ മെഴികൾ തുറന്ന് അവന്റെ മുഖം അവളുടെ കൈക്കുമ്പിളിലെടുത്ത് അവന്റെ നാസികത്തുമ്പിൽ ചെറുതായി കടിച്ചുകൊണ്ട് പതിയെ ചുംബിച്ചു. അവൻ അവളെ അവന്റെ മേലേക്ക് ചേർത്ത് നിർത്തി. അവന്റെ കണ്ണിലും നെറ്റിയിലും അവളുടെ അധരങ്ങളുടെ തണുപ്പറിഞ്ഞപ്പോൾ അവളുടെ അധരങ്ങളുടെ മാർദ്ധവ അറിയാൻ അവന്റെ ഉള്ളം വെമ്പി. തള്ളവിരൽ കൊണ്ട് അവന്റെ കവളിനെ തഴുകി അവനെ തന്നെ നോക്കി നിൽക്കുന്ന അവളുടെ പിൻകഴുത്തിലൂടെ കൈയിട്ട് അവളുടെ മുഖം അവന്റെ മുഖത്തേക്ക് അടുപ്പിച്ചുകൊണ്ടവൻ അവളുടെ കീഴ്ചുണ്ട് കടിച്ചെടുത്ത് നുണഞ്ഞു തുടങ്ങിയപ്പോൾ അവളുടെ ഇരു കൈകളും അവന്റെ കവളിനെ പൊതിഞ്ഞു പിടിച്ചു. രണ്ടുപേരുടെയും മിഴികൾ കൂമ്പി അടയുന്നതിനൊപ്പം ഹൃദയമിടിപ്പുയർന്നു. കീഴ്ചുണ്ടിനു കൂടെ അവളുടെ മേൽചുണ്ട് അവൻ അവന്റെ അധരങ്ങൾ കൊണ്ട് പൊതിഞ്ഞു. അവളുടെ ചോര ചുണ്ടുകളിലെ മാർദ്ദവും അവന്റെ അധരങ്ങളെ അവൻ അറിഞ്ഞുകൊണ്ടിരുന്നു. ചുംബനത്തിന്റെ തീവ്രതയിൽ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടിയ അവളെ അവളുടെ കിതപ്പടങ്ങുന്നത് വരെ അവൻ പൊതിഞ്ഞു പിടിച്ചു. അവന്റെ ഹൃദയതാളത്തിൽ ലയിച്ചുകൊണ്ട് അവളും അവനെ പുണർന്നുകൊണ്ട് നിന്നു. നിറഞ്ഞ കയ്യടി കേട്ടപ്പോ അച്ചു ഞെട്ടി ചുറ്റും നോക്കി. ജ്യോതിയും വന്നില്ല, ഒന്നും വന്നില്ല. കെട്ടിപ്പിടിച്ചെന്ന ജെനിയും കാണാനില്ല. അപ്പോഴാണ് അവൻ ഇത്രയും നേരം കണ്ടതെല്ലാം സ്വപ്നമാണെന്ന് മനസ്സിലായത്. ചിരിച്ചുകൊണ്ട് അവൻ തന്റെ തലയിൽ കൊട്ടി. അങ്ങനെ റിസപ്ഷനും ഭംഗിയായി കഴിഞ്ഞു. എല്ലാവരും പോകാൻ ഇറങ്ങിയപ്പോൾ ജാനി വീണ്ടും അച്ഛനെയും അമ്മയും ജെനിയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. രാത്രി ഒരു ഗ്ലാസ് പാലും കൈയിൽ കൊടുത്ത് ജാനിയെ മനുവിന്റെ റൂമിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അവളുടെ ഹൃദയം പതുവിലെ മേഘത്തിൽ മിടിച്ചുകൊണ്ടിരുന്നു. വിറയ്ക്കുന്ന കാലുകളോടെ അവൾ മുറിയിലേക്ക് കയറിയതും അവളുടെ പുറകിലൂടെ രണ്ട് കൈകൾ അവളെ പൊതിഞ്ഞു പിടിച്ചു. ജാനി അവന്റെ കൈക്കുള്ളിൽ നിന്ന് വിറകൊണ്ടു. പേടിയാണോ ജാനി? അവളുടെ തോളിൽ താടി മുട്ടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. വിറയിലൂടെ ജാനി മൂളി. എന്തിനാ പേടി? ഞാൻ നിന്റെ മനുവല്ലേ, നീ എന്റെ ജാനി. അവളുടെ കാതിൽ ചുംബിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അവളെയും ചേർത്ത് പിടിച്ച് അവൻ കട്ടിലേക്കിരുന്നു. ജെനിയുടെ പാട്ട് കേട്ടപ്പോൾ കണ്ട സ്വപ്നത്തിന്റെ ഹാങ് ഓവറിലായിരുന്നു അച്ചു. അതിന്റെ ഫലമായി അപ്പോഴും അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി തത്തിക്കളിക്കുന്നുണ്ടായിരുന്നു. അവളെ സ്വപ്നം കണ്ടുകൊണ്ട് അവൻ കിടന്നു. ഇതേ സമയം മനുവിന്റെ പ്രണയം ഏറ്റുവാങ്ങിയ ചെറു നോവോടെ വിയർത്തൊട്ടിയ അവന്റെ നെഞ്ചിൽ തലവെച്ച് ജാനി തന്നെ പൂർണ്ണനാക്കിയ അവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് മനു നിദ്രയെ പുഴുകി. എണീക്കുന്നുണ്ടോ ജെനി? എത്ര നേരായി? വാസു ജെനിയെ വിളിക്കുന്ന തിരക്കിലാണ്. അതെ, സമയം 11:30. അവള് കണ്ണു തുറക്കാതെ വീണ്ടും ചുരുണ്ടുകൂടി കിടന്നു. സ്വാഭാവികം. ദേ പെണ്ണെ, മര്യാദക്ക് എണീറ്റോ? എന്ന് 3ാമത്തെ തവണയാണ് ഞാൻ ഇങ്ങ് കയറി വരുന്നത്. എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. അവളെ വീണ്ടും വിളിച്ചുകൊണ്ട് വസു പറഞ്ഞു. എവിടെ? പെണ്ണിനൊരു കുലുക്കവുമില്ല. കാഞ്ഞു പോയോ? അവൾ എണീക്കുന്നില്ല എന്ന് കണ്ടപ്പോ വസു അവിടെ നിന്നും ഇറങ്ങി. എന്തിനാ വെറുതെ വായിൽ വെള്ളം വറ്റിക്കുന്നത്? മഹിയേട്ടാ, എനിക്ക് വയ്യ. ഇനി നിങ്ങൾ എണീപ്പിച്ചോ നിങ്ങളുടെ പുന്നാര മോളെ. മൂട്ടി വെയില് തട്ടിയാലേ എണീക്കില്ല എന്ന് വെച്ചാൽ പുന്നാരിച്ചുകൊണ്ട് നടന്നോ? ഇനി നിങ്ങൾ പോയി വിളിച്ചോ. ദേഷ്യത്തോടെ പറഞ്ഞ് സ്റ്റെപ്പ് ഇറങ്ങിയ വസു മുന്നിൽ നിൽക്കുന്നവരെ കണ്ട് അന്തം വിട്ടു. നിങ്ങളെപ്പോ വന്നു? വസു അവരോട് ചോദിച്ചു. 5 മിനിറ്റ് ആയിക്കാണും. വന്നപ്പോ നല്ല യുദ്ധവും. ചിരിച്ചുകൊണ്ട് സീത പറഞ്ഞു. എന്ത് ചെയ്യാനാ സീതേ, 11:30 ഇതുവരെ എണീറ്റിട്ടില്ല അവള്. വസു അവരോട് പറഞ്ഞു. ഞാൻ അവളെ പോയി വിളിക്കാമേ. ചിരിച്ചുകൊണ്ട് ജാനി പറഞ്ഞു. ജെനിയുടെ മുറിയിലേക്കും പോയി. കൂടെ വാല് പോലെ മനു അച്ചു. എന്തിനാ അവരായിട്ട് കുറയ്ക്കുന്നേ? ജാനി അങ്ങോട്ട് വന്നതുകൊണ്ട് ഇരട്ടി പണിയാണല്ലേ ഇപ്പോൾ? സീത വസുവിന്റെ അടുത്തിരുന്നോണ്ട് ചോദിച്ചു. ജാനി പോയതോടുകൂടി പണി എന്ന് പറഞ്ഞാൽ അത് നേരത്തെ കണ്ടതാണ്. ജെനിയെ എണീപ്പിക്കൽ. മറ്റേത് ജാനിയായിരുന്നു അവളുടെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്. അവൾ എണീക്കുമ്പോ എണീക്കില്ലേ വസു? അത് ശരി. നാളെ മറ്റന്നാൾ മറ്റൊരു വീട്ടിലേക്ക് പോവേണ്ട പെണ്ണാണ്. വളർത്തുദോഷാണെന്ന് പറയൂലേ? നീ അവളെ വേറെ ആർക്കും കൊടുക്കണ്ട. എന്റെ അച്ഛന് തന്നേക്ക്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അവളെ. വളർത്തുദോഷാണെന്നൊന്നും ഞാൻ പറയില്ല, അല്ലേ ചന്ദ്രേട്ടാ? സീത ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതെ, ആ വായാടി ആർക്കാ ഇഷ്ടപ്പെടാത്തെ? ഒക്കെ ശരിയാ. പക്ഷെ അറിഞ്ഞുകൊണ്ട് അച്ഛന്റെ ജീവിതം കളയണ്ടല്ലോ. അവരറിഞ്ഞ പിന്നെ ഇവിടെ അടിയാവും. മഹി പറഞ്ഞപ്പോ എല്ലാവരും ചിരിച്ചു. ജാനിയുടെ പുറകെ അച്ചുവും മനു ജെനിയുടെ മുറിയിലേക്ക് കയറി. അവര് ജെനിയുടെ മുറി ആദ്യമായി കാണുന്നത് കൊണ്ട് ചുറ്റും നോക്കി. ബാൽക്കണി, അവിടെയുള്ള ബീൻ ബാഗും കോഫി ടേബിളും എല്ലാം.
അവർക്ക് അവളുടെ മുറി ഒരുപാട് ഇഷ്ടപ്പെട്ടു. മോശം പറയരുതല്ലോ ഏട്ടത്തി, ഇവളുടെ മുറിയാണ് ഏറ്റവും ഭംഗി. ചുറ്റും കണ്ണോടിച്ചുകൊണ്ട് അച്ചു ജാനിയോട് പറഞ്ഞു. അവളുടെ തന്നെ ഇന്റീരിയർ ഡിസൈനാണ്. എല്ലാം അവളുടെ ഇഷ്ടത്തിനും ആഗ്രഹത്തിനും ചെയ്തതാണ്. പുഞ്ചിരിച്ചുകൊണ്ട് ജാനി ജെനിയെ വിളിക്കാൻ അവളുടെ അടുത്ത് ചെന്നിരുന്നു. അച്ചു വെട്ടിക്കിടക്കുന്ന ജെനിയെ നോക്കി. കമിഴ്ന്ന് കിടക്കുവാണ് ആള്. ഇടുപ്പ് വരെ പുതപ്പ് കൊണ്ട് മൂടിയിട്ടുണ്ടെങ്കിലും 2 കാൽപാദങ്ങളും പുറത്താണ്. അവളുടെ വെളുത്ത കാൽപാദങ്ങളിലെ സ്വർണ്ണ കളറുള്ള രോമങ്ങളിലേക്കും നേരിയ സ്വർണ്ണ പാദസരങ്ങളിലേക്കും അച്ചുവിന്റെ നോട്ടം എത്തി. പക്ഷെ പെട്ടെന്ന് തന്നെ നോട്ടവും മാറ്റി. അല്ലെ കാര്യങ്ങൾ കൈവിട്ടു പോയാലോ? അവളുടെ അടുത്ത് തന്നെ ലാപ്ടോപ്പ്, അവളുടെ ഫോൺ, ഹെഡ്സെറ്റ് എല്ലാം ഉണ്ട്. എസിയുടെ തണുപ്പിൽ ഉച്ചയാവാറായിട്ടും അവള് നല്ല ഉറക്കാണ്. ജെനി മോളെ, ജാനി അവളെ വിളിച്ചു. കുറച്ചു നേരം കൂടി അമ്മ പ്ലീസ്, ഉറക്കം പോയില്ല. ഉറക്കത്തിൽ ചിണുങ്ങിക്കൊണ്ട് പറയുന്ന അവളെ കണ്ടപ്പോ അച്ചു ചിരിച്ചു. നീ ഇങ്ങോട്ട് മാറി ജാനി, ഞാൻ വിളിക്കാം. ജാനിയെ മാറ്റി നിർത്തിക്കൊണ്ട് മനു ജെനിയെ വിളിക്കാൻ തുടങ്ങി. ജെനി. മനു അവളെ വിളിച്ചു. പെട്ടെന്ന് ശബ്ദം മാറിയത് കൊണ്ടാവാം ജെനി പതിയെ കണ്ണു ചിമ്മി തുറന്നു. കണ്ണു തുറന്നതും അവൾ ആദ്യം കണ്ടത് അവളുടെ ലാപ്പാണ്. കമിഴ്ന്ന് കിടക്കുന്ന ജെനി ഒന്ന് ചെരിഞ്ഞു കിടന്ന് നോക്കിയപ്പോൾ മുന്നിൽ ക്ലോസപ്പിന്റെ പരസ്യം കാണിച്ച് മനു നിൽക്കുന്നു. ജെനി പെട്ടെന്ന് എണീറ്റിരുന്നു. കണ്ണൊന്ന് തിരുമ്മി വീണ്ടും നോക്കി. അതെ, മനുവേട്ടൻ തന്നെ. അവള് മനുവിൽ നിന്ന് നോട്ടം തെറ്റിച്ചു നോക്കിയപ്പോൾ അവന്റെ അടുത്ത് തന്നെ ജാനിയും കുറച്ച് മാറി സ്വിങ്ങി പിടിച്ചു നിൽക്കുന്ന അച്ചുവും. ഞാനെന്താ ഇവിടെ? ജെനി പകച്ചുകൊണ്ട് അവരോട് ചോദിച്ചു. എന്താ? അവളുടെ കിളിപോയ ചോദ്യം കേട്ടപ്പോൾ അവളുടെ കണ്ണ് മിഴിഞ്ഞു. ജെനി പെട്ടെന്ന് ചുറ്റും നോക്കി. ഇതെന്റെ മുറി തന്നെയാണല്ലോ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ജെനി അവരെ നോക്കി. എന്താടി? അവളുടെ ഇരിപ്പ് കണ്ട് തലയെ കൊട്ടി മനു അവളോട് ചോദിച്ചു. നിങ്ങളെന്താ രാവിലെ തന്നെ? ജെനി അവരോട് ചോദിച്ചു. രാവിലെ ഇനി നാളെ. സമയം നോക്ക് പെണ്ണേ, ജാനി അവളോട് പറഞ്ഞു. ജെനി ഫോൺ എടുത്ത് സമയം നോക്കി. 12 മണിയാവാൻ 10 മിനിറ്റ്. അവളൊരു വളിച്ച ചിരിയോടെ അവരെ നോക്കി. എന്തുറക്കമാ പെണ്ണേ, ഇത്രയും നേരമൊക്കെ എങ്ങനെ ഉറങ്ങാൻ കഴിയുന്നു? അത് പിന്നെ ഏട്ടാ, രാത്രി വൈകി കിടന്നതുകൊണ്ട് നേരത്തെ ഉറങ്ങി, അതാണ് ഉണ്ടായത്. എന്തൊക്കെയാടി ഈ പറയുന്നേ? മനു അവളോട് ചോദിച്ചു. ഒന്നുമില്ല, നിങ്ങൾ ചെല്ലേ, ഞാൻ ഫ്രഷ് ആയിട്ട് അങ്ങോട്ട് വരാം. അവരോട് പറഞ്ഞ് AC ഓഫ് ചെയ്ത് അവളെ ബെഡിൽ നിന്ന് ഇറങ്ങി. ഒരു വേള സ്വിങ്ങി പിടിച്ച് അവളെ തന്നെ നോക്കുന്ന അച്ചുമായി അവളുടെ കണ്ണുകൾ കോർത്തപ്പോൾ അവൾ പെട്ടെന്ന് തന്നെ നോട്ടം മാറ്റി ബാത്റൂമിലേക്ക് കയറി. എടാ, നീ വരുന്നില്ലേ? മുറിയിൽ നിന്ന് ഇറങ്ങാതെ അവിടെ തന്നെ നിൽക്കുന്ന അച്ചുവിനോട് മനു ചോദിച്ചു. ഞാൻ വരാം, നിങ്ങൾ ചെല്ല്, വിളിച്ചുകൊണ്ട് അച്ചു പറഞ്ഞു. അവനെ അടിമുടി ഒന്ന് നോക്കിക്കൊണ്ട് ജാനിയും മനു ജെനിയുടെ മുറിയിൽ നിന്ന് ഇറങ്ങി. ഈശ്വര, ഇളിച്ചു നിൽക്കുന്നുണ്ട്. തിരിച്ചു വരുമ്പോൾ അതേ ഇളി ഉണ്ടാവണേ. സ്റ്റെപ്പ് ഇറങ്ങോ മനു പറയുന്ന കേട്ട് ജാനി ചിരിച്ചു. എന്താടി ഇത്ര ചിരിക്കാൻ? അവളെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് അവൻ ചോദിച്ചു. അവൾ കണ്ണ് രണ്ടും ചിമ്മി ചുമല് ഊച്ചി. അവളെ നോക്കി അവളുടെ ഇടുപ്പിലൊരു പിച്ചും കൊടുത്ത് അവൻ സ്റ്റെപ്പ് പെട്ടെന്ന് ഇറങ്ങിപ്പോയി. അവൻ നുള്ളിയെടുത്ത് തടവിക്കൊണ്ട് ചെറു പുഞ്ചിരിയോടെ ജാനിയും താഴേക്ക് ഇറങ്ങി. ഫ്രഷായി ഇറങ്ങിയ ജെനി മുറിയിൽ നിൽക്കുന്ന അച്ചുവിനെ കണ്ട് സംശയിച്ചു. താനെന്താ ഇവിടെ? തനിക്കിനി ആദ്യം അറിയിപ്പ് തന്നാലേ പോവൂ? അവന്റെ മുന്നിൽ നിന്ന് അവള് ചോദിച്ചു. അറിയിപ്പ് തരാൻ വല്ല ഉദ്ദേശമുണ്ടോ? ഉണ്ടെങ്കിൽ പെട്ടെന്നായിക്കോട്ടെ, അറിയിപ്പ് കിട്ടിയ അങ്ങ് പോകാമായിരുന്നു. അവൻ സ്വിങ്ങിലിരുന്ന് പറഞ്ഞു. ഓ പോടും, തനിക്കെന്താ എന്റെ റൂമിൽ കാര്യം? എനിക്ക് ഇവിടെ അല്ലാതെ പിന്നെ ഏത് റൂമിലാ കാര്യം ജെനിക്കുട്ടി? ഡോക്ടറെ, എന്താടി ആർക്കിടെക്റ്റ്? താനൊന്ന് പോയെ, എനിക്ക് ഡ്രസ്സ് മാറണം. നീ മാറിക്കോ. താൻ പോടോ, എന്നാലല്ലേ എനിക്ക് മാറാൻ പറ്റൂ. ഓ, വൈകാതെ ഇതെല്ലാം ഞാൻ തന്നെ കാണേണ്ടതല്ലേ ജെനി? അതപ്പോൾ എന്താ എന്താ പറഞ്ഞേ? അവളുടെ കുന്തം വിഴുങ്ങിയ പോലുള്ള നിൽപ്പ് കണ്ട് അച്ചു സ്വിങ്ങിൽ നിന്ന് എണീറ്റു. അവളുടെ വായം തുറന്ന് കണ്ണും മിഴിച്ചുള്ള നിൽപ്പ് കണ്ട് അവന് ചിരി വന്നു. അവൻ അവളുടെ അടുത്തേക്ക് ഓരോ ചുവട് വെക്കും തോറും അവൾ പുറകിലേക്ക് പോയി. താൻ എങ്ങോട്ടായി തള്ളിക്കറി വരുന്നത്? അവന്റെ നെഞ്ചിൽ കൈവച്ച് തടഞ്ഞുകൊണ്ട് അവൾ ചോദിച്ചു. അതിന് മറുപടി പറയാതെ അവൻ അവന്റെ നെഞ്ചിലുള്ള അവളുടെ കൈയുടെ മേൽ അവന്റെ കൈവച്ചു. ജെനി പകച്ചുകൊണ്ട് അവനെ നോക്കി. പുറകിലേക്ക് പോയി അവൾ ചുമരി തട്ടി നിന്നപ്പോ അച്ചു അവൾക്ക് ഇരുവശോ കൈകുത്തി അവളുടെ വെള്ളാരം കണ്ണുകളിലേക്ക് നോക്കി നിന്നു. അവന്റെ സാമീപ്യത്തിൽ അവളുടെ ഹൃദയമിടിപ്പുയർന്നു. ചെന്നൈയിലൂടെ പൊടിഞ്ഞ വിയർപ്പിനെ അവൻ നോക്കി നിന്നു. അവന്റെ നോട്ടം നേരിടാനാവാതെ അവൾ മിഴികൾ താഴ്ത്തി. ഇതുവരെ തോന്നാത്ത ഒരു തരം വെപ്രാളമല്ല അവന്റെ സാമീപ്യം കൊണ്ട് അവൾക്ക് തോന്നി തുടങ്ങി. ജെനിയുടെ ഓരോ ഭാവങ്ങളും അച്ചു അവന്റെ കണ്ണുകളിലേക്ക് ആവാഹിച്ചു. ഒപ്പം അവളുടെ വെള്ളാരം കണ്ണുകളിലെ തിളക്കവും. ഡോ, അങ്ങോട്ട് മാറിക്കേ. അവന്റെ മുഖത്ത് നോക്കാതെ അവന്റെ കൈകൾ തട്ടിമാറ്റിക്കൊണ്ട് ജെനി ദേഷ്യത്തോടെ പറഞ്ഞു. അവൻ അവളെ തന്നെ നോക്കിക്കൊണ്ട് അവൾക്ക് ഇരുവശവും വെച്ച് അവന്റെ കൈയെടുത്തു. അവനെ മറികടന്ന് പോവാൻ ശ്രമിച്ച അവളുടെ കൈയെ പിടിച്ചവൻ വലിച്ചു. പെട്ടെന്നായതുകൊണ്ട് ജെനി അവന്റെ നെഞ്ചിലേക്ക് വീണു. അവളെയും കൊണ്ട് അവൻ ചുമരിലേക്ക് ചാരി നിന്നു. ജെനിയുടെ കണ്ണുകളെ അമ്പരപ്പും പകപ്പും മാത്രമായിരുന്നു. അവന്റെ കൈകൾ അവളുടെ ഇടുപ്പിനെ വലയം ചെയ്തപ്പോൾ ജെനി ഞെട്ടി അവനെ നോക്കി. ഏയ്, എന്താ എന്തായി കാണിക്കുന്നേ? വിട്.
അവന്റെ കൈ കിടന്ന് അവൾ കുതറി. അവന്റെ പിടി മുറുകിയതല്ലാതെ അയഞ്ഞില്ല. "ദോ കാല, കൊരങ്ങ, വിട് വിട്!" ജെനി ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് വീണ്ടും കുതറി. "അടങ്ങി നിക്കടി." അച്ചുവിന്റെ ശബ്ദം ഉയർന്നപ്പോ ജെനി ഞെട്ടി. അവനെ നോക്കി. "എടോ പോടോ എന്നൊക്കെ നിർത്തിക്കോണം. നിന്നേക്കാൾ ഏജ് ഉണ്ട് എനിക്ക്, അച്ചുവേട്ടൻ. അങ്ങനെ ഇനി നിന്റെ വായിൽ നിന്ന് കേൾക്കാവും, കേട്ടല്ലോ." അവളെ നോക്കി കലിപ്പിൽ അവൻ പറഞ്ഞപ്പോ ജെനി അറിയാതെ തലയാട്ടി. "എന്നെ വിട്." ജെനി വീണ്ടും കിടന്ന് കുതറി. "വിടാം. അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത് കേൾക്കണം. അതുവരെ അനങ്ങിപ്പോരുത്." പെണ്ണ് അടങ്ങില്ല എന്നറിയാവുന്നത് കൊണ്ട് കുറച്ച് കലിപ്പിൽ തന്നെ അവൻ അവളോട് പറഞ്ഞു. അവൻ എന്താണെന്ന് പറയാൻ പോകുന്നത് എന്നറിയാൻ വേണ്ടി ജെനി അവനെ തന്നെ നോക്കി നിന്നു. ഓരോ തവണ അവനെ നോക്കുന്തോറും അവളുടെ ഹൃദയം വേഗത്തിൽ മിടിച്ചുകൊണ്ടിരിക്കുന്നത് അവൾ അറിഞ്ഞു. അവന്റെ അടുത്ത് നിൽക്കുന്ന സമയമെല്ലാം അവൾക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. അവളുടെ കണ്ണുകളുടെ പിടച്ചിലും അവന്റെ സാമീപ്യം കൊണ്ട് വിറയ്ക്കുന്ന അവളുടെ ഉടലും അവൻ നോക്കി നിന്നു. "ഐ ലവ് യു." പതിഞ്ഞ സ്വരത്തിൽ അവൻ അവളോട് പറഞ്ഞപ്പോൾ ജെനി പകച്ചുകൊണ്ട് അവനെ നോക്കി. "നിന്നോട് വഴക്കിട്ട് എപ്പോഴൊക്കെയോ എന്റെ ഉള്ളിൽ നീ കൂടുകൂട്ടി തുടങ്ങിയിരുന്നു ജെനി. ഇപ്പൊ എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല എന്ന പോലെയാണ്. ഓരോ നിമിഷവും നിന്നെ കാണാൻ തോന്നുവാണ്. നിന്നോട് സംസാരിക്കാനുള്ള കൊതി കൊണ്ടാണ് ഇല്ലാത്ത കാരണങ്ങൾ ഉണ്ടാക്കി നിന്നോട് വഴക്കിന് വരുന്നത്. ഇഷ്ടമാണ് നിന്നെ എനിക്ക് ഒരുപാട്. നിന്റെ ഈ കണ്ണുകളും മൂക്കുത്തിയും എല്ലാം എന്റെ മനസ്സ് കീഴടക്കി കഴിഞ്ഞിരിക്കുന്നു ജെനി. ഇന്നകത്ത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന നിന്റെ പ്രണയം എന്നിലേക്ക് എത്താനാണ്. നിന്റെ കണ്ണുകളെ എന്നോടുള്ള പ്രണയമാണ് ഞാൻ കാണാൻ കൊതിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. ജനനി മഹേന്ദ്രൻ എന്ന നിന്നെ ജനനി അംഗത്താക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ജെനി. അത്രയ്ക്ക് എന്റെ ജീവന്റെ ഭാഗമായി മാറിയിട്ടുണ്ട് നീ. നിന്റെ തീരുമാനം എന്തു തന്നെ ആയാലും എന്നിൽ നിന്നൊരു മോചനം നിനക്കില്ല ജെനി." അവന്റെ വാക്കുകൾ കേട്ട അമ്പരപ്പിലായിരുന്നു ജെനി. ഇതുവരെ കാണാത്ത പ്രണയത്തിന്റെ മറ്റൊരു ഭാവമാണ് അവന്റെ കണ്ണുകളിലെന്ന് അവൾക്ക് തോന്നി. "നിന്റെ മറുപടിക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കും. എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് വേറെ അഫെയർ ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ ഒഴിവാക്കാൻ എന്ന് വല്ല ചിന്തയുണ്ടെങ്കിൽ അത് മാറ്റി വെച്ചേരെ. നോട്ട് വാക്കുമോളെ." അപ്പൊ കാത്തിരുന്നു ജെനിന്റെ അംഗത്തായി എന്റെ പ്രണയം ഏൽപ്പിക്കുന്ന സുഖമുള്ള നോവിൽ എന്റെ നെഞ്ചോട് ചേർന്ന് കിടക്കാൻ. അപ്പൊ അച്ചുവേട്ടൻ പോട്ടെ. ഏട്ടന്റെ മോള് ഏട്ടൻ പറഞ്ഞതിനെ പറ്റിയൊക്കെ ആലോചിച്ച് പെട്ടെന്ന് മറുപടി പറയണേ. കാത്തിരിക്കാൻ വയ്യാഞ്ഞിട്ടാണ്. അവളെ നോക്കി ചുണ്ടു കൂർപ്പിച്ച് ഉമ്മ കൊടുക്കുന്നത് പോലെ കാണിച്ച് ചിരിച്ചുകൊണ്ട് അവളുടെ കവളിലൊന്ന് തട്ടി അച്ചു അവളുടെ മുറി വിട്ടിറങ്ങി. ഇതിപ്പോ എനിക്ക് ഭ്രാന്തായതാണോ അതോ നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായതാണോ എന്ന കണക്ക് ജെനി അവിടെ തന്നെ നിന്നു. താഴേക്ക് ചെന്ന അച്ചുവിന്റെ ചുണ്ടിൽ ഒരു മായാതെ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോ ജെനിയും ഇറങ്ങി വന്നു. എങ്ങോട്ടോ പോവാനുള്ള തയ്യാറെടുപ്പാണെന്ന് തോന്നുന്നു. ഡ്രസ്സൊക്കെ മാറ്റിയിട്ടാണ് വരവ്. "ഓ, എണീറ്റോ പൊന്നുമോള്?" ഇറങ്ങി വരുന്ന അവളെ കണ്ടപ്പോ വസു ചോദിച്ചു. ജെനിക്ക് മറുപടി ഒന്നും പറയാൻ തോന്നിയില്ല. അവളുടെ മനസ്സ് മുഴുവൻ അച്ചു പറഞ്ഞ കാര്യങ്ങളായിരുന്നു. കൊച്ചിന്റെ പോയ കിളിക വന്നിട്ടില്ലെന്ന് സാരം. അവൾ ഒന്നും മിണ്ടാതെ എല്ലാവരെയും നോക്കി ചിരിച്ചുകൊണ്ട് കിച്ചണിലേക്ക് പോയി. "എടി, ചോറ് കഴിച്ചോ? ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമില്ല." വസു ഹാളിൽ നിന്ന് അവളോട് വിളിച്ചു പറഞ്ഞു. ജെനി കിച്ചണിൽ കയറി അവൾക്കൊരു ബ്രൂ കോഫി ഉണ്ടാക്കി. സമയം നോക്കണം, ഉച്ചയായിട്ടുണ്ട്. അവൾ ആ കോഫി എടുത്ത് വണ്ടിയുടെ കീ എടുത്ത് പോക്കറ്റിലിട്ടു. ഒരു കയ്യിൽ ഫോണും എടുത്ത് അതിലേക്ക് നോക്കിക്കൊണ്ട് കോഫിയെ സിപ്പ് ചെയ്ത് കിച്ചണിൽ നിന്ന് പുറത്തേക്ക് വന്നു. "കഴിക്കുന്നില്ലേ ജെനി നീ? ഇന്നലെ രാത്രി കഴിച്ചതാണ് എന്തെങ്കിലും?" "വേണ്ടമ്മ, എനിക്ക് കോഫി മതി." ഫോണിലേക്ക് നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. പുറത്തേക്കും പോയി. ഈ പെണ്ണിനിത് എന്ത് പറ്റി? അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞാൽ 10 തിരിച്ചു പറയുന്നതാണല്ലോ. അവളൊന്നും മിണ്ടാതെ പോകുന്ന കണ്ടപ്പോ വസു സംശയത്തോടെ ബാക്കിയുള്ളവരെ നോക്കി. അവളുടെ സ്വഭാവം എപ്പോഴാ മാറുന്നെന്ന് ആർക്കും പറയാൻ പറ്റില്ല ഭാര്യയെ. ചിരിച്ചുകൊണ്ട് മഹി പറഞ്ഞപ്പോ എല്ലാവരും ചിരിച്ചു. "എടാ, സത്യം പറഞ്ഞു, നീ എന്താ ഒപ്പിച്ചത്?" അച്ചുവിന്റെ മുഖത്തെ കള്ളച്ചിരി കണ്ടപ്പോ മനു അവനോട് ചോദിച്ചു. "ഒരു ചെറിയ ഇൻവിറ്റേഷൻ കൊടുത്തതാണ്." കണ്ണിറുക്കിക്കൊണ്ട് അച്ചു പറഞ്ഞു. "എന്ത് ഇൻവിറ്റേഷൻ?" "എന്റെ ജീവിതത്തിലേക്ക്." അച്ചു എളിച്ചുകൊണ്ട് പറഞ്ഞപ്പോ മനു വായ തുറന്നു പോയി. "അമ്മ, അച്ഛാ, ഞാനൊന്ന് പുറത്തു പോവാണ്." തിരിച്ചകത്തേക്ക് കയറിയ ജെനി അവരോട് പറഞ്ഞു. "എങ്ങോട്ടാ ജെനി? ഇവിടെ ഇവരിയ്ക്കുന്ന കണ്ടില്ലേ?" "അത്യാവശ്യമാണ്, ലേറ്റ് ആവില്ല, ഇവര് പോകുന്നതിന് മുമ്പ് വരാം." പറഞ്ഞ അനുസരണ ഇല്ലല്ലോ. എന്തെങ്കിലും കഴിച്ചിട്ട് പോയെന്നാൽ. "എനിക്ക് വേണ്ട, വിശപ്പില്ല." ജെനി എല്ലാവരോടും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. ജെനി ഇറങ്ങിയതിന് പുറകെ അച്ചുവും പുറത്തേക്ക് ഇറങ്ങി. അവൻ ജെനിയുടെ പുറകെ പോർച്ചിലേക്ക് പോയി. വണ്ടിയിൽ കയറാൻ ഒരുങ്ങി അവളെ തടഞ്ഞുകൊണ്ട് വണ്ടിയുടെ ബോണറ്റിലേക്ക് ചേർത്ത് പിടിച്ചു. പെട്ടെന്നായതുകൊണ്ട് ജെനി പകച്ചു. എന്താ എന്താ ഇത്?" അവന് നേരെ ദേഷ്യത്തോടെ അവൾ ചീറി. "അടങ്ങി നിൽക്കണ്ടേ ജെനി?" അവളുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. ഒപ്പം അവളിലേക്ക് കൂടുതൽ അടുത്ത് നിന്നപ്പോൾ ജെനിയുടെ ഹൃദയം വീണ്ടും ഇടിക്കാൻ തുടങ്ങി. അവന്റെ കൈവേളയിലിരിക്കുന്ന അവളുടെ കൈയൊക്കെ വിറയ്ക്കാൻ തുടങ്ങി. പെൺപുലി പൂച്ചയായി മാറി. "വിട്, എന്നായി കാണിക്കുന്നേ? വിടെന്നെ." അവന്റെ കയ്യിലെ അവളുടെ കൈ വിടുവിക്കാൻ നോക്കിക്കൊണ്ട് ജെനി പറഞ്ഞു. "ഹ, നിക്ക് പെണേ, ഞാൻ നേരത്തെ പറഞ്ഞതിന് മറുപടി പറഞ്ഞിട്ട് പോ." "മറുപടിയോ? എന്നാ കേട്ടോ, എനിക്കിഷ്ടമല്ല." അവന്റെ മുഖത്ത് നോക്കാതെ അവൾ പറയുന്ന കണ്ടപ്പോ അച്ചു പുഞ്ചിരിച്ചു. "ഉറപ്പാണോ?"
ആ വിട്, എന്റെ കൈ വിട്. ജെനി വീണ്ടും പറഞ്ഞു. അങ്ങനെ ആയിക്കോട്ടെ. അച്ചു അവളുടെ കൈവിട്ടു. ജെനി അവനെ നോക്കി മറികടന്ന് പോവാൻ തുനിഞ്ഞതും അവൻ അവളുടെ ഇടുപ്പിലൂടെ അവനോട് അടുപ്പിച്ചു. ജെനി പകച്ചുപോയി. അവളുടെ ഞെട്ടലും പതറലും അവളുടെ കണ്ണുകളിൽ അവൻ കണ്ടു. അവന്റെ കൈക്കുള്ളിൽ ഇരിക്കുന്ന അവളുടെ ശരീരത്തിന്റെ വിറയൽ അവനിലേക്കും വ്യാപിച്ചപ്പോൾ അവനൊരു നറുപുഞ്ചിരിയോടെ അവളെ നോക്കി. എന്നെ ഇഷ്ടമല്ലാന്ന് ഉറപ്പാണോ ജെനി? അവളുടെ കാതോരം ചെന്ന് അവൻ ചോദിച്ചു. അവന്റെ ചുടുനിശ്വാസം അവളുടെ കാതിലും കഴുത്തിലുമായി പതിഞ്ഞപ്പോൾ ജെനി ഉമിനീരിറക്കാൻ പോലും മറന്നുകൊണ്ട് നിന്നു. പറ ജെനി, അവൻ വീണ്ടും ചോദിച്ചു. അവന്റെ നിശ്വാസത്തിന്റെ ചൂട് അവളുടെ കാതിലും കഴുത്തിലും പതിയുന്നതിനനുസരിച്ച് അവളുടെ ശരീരം തളർന്നു തുടങ്ങുന്നത് അവൾ അറിഞ്ഞു. ഇഷ്ടമല്ല, ജെനി പറഞ്ഞൊപ്പിച്ചു. പാവം, എങ്ങനെ നടന്ന കുട്ടിയാണ്, സങ്കടമുണ്ട്. ഇഷ്ടമല്ലെങ്കിൽ പിന്നെ ഞാൻ അടുത്തു വരുമ്പോ നിന്റെ ഹൃദയം എന്തിനാ ഇങ്ങനെ മിടിക്കുന്നത്? എനിക്ക് കേൾക്കാലോ. അവളെ കളിയാക്കിക്കൊണ്ട് അച്ചു പറഞ്ഞു. ജെനി അവനെ ഒന്ന് നോക്കി. നീ ഇങ്ങനെ നോക്കല്ലേ പെണ്ണേ, ഞാൻ വല്ലതും ചെയ്തു പോ. കണ്ണിറക്കി കള്ളച്ചിരിയോടെ അവൻ പറഞ്ഞപ്പോൾ ജെനി അവന്റെ കൈ കിടന്ന് കുതറി. കിടന്ന് കുതറാതെ പെണ്ണേ, പറയുന്നത് കേക്ക്, എന്നിട്ട് നിന്നെ വിടാം. അവൻ പറഞ്ഞപ്പോ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ അടുത്തു വരുമ്പോ നിന്റെ ഹൃദയമിടിപ്പ് കൂടുന്നതും ഈ ഒഴുകുന്ന വിയർപ്പ് കണങ്ങളും എനിക്ക് മാത്രം സ്വന്തമായിട്ടുള്ള നിന്റെ വെള്ളാരം കണ്ണുകളിലെ പിടച്ചിലും എന്റെ ശ്വാസം ഒന്ന് തട്ടിയപ്പോഴേക്കും എണീറ്റ് നിന്ന നിന്റെ ഈ രോമങ്ങളെല്ലാം എനിക്ക് തരുന്ന പോസിറ്റീവ് സൈനാണ്. ഇനി അതെനിക്ക് നിന്റെ വായിൽ നിന്നും കേൾക്കണം. അതിനാണ് ഞാൻ കാത്തിരിക്കുന്നത്. ഇപ്പൊ നീ പൊയ്ക്കോ, പക്ഷെ വൈകാതെ നീ എന്നോട് തുറന്നു പറയണം. അത്രയ്ക്ക് ഇഷ്ടമാണ്. ഐ ലവ് യു. അവളുടെ നെറ്റി ചുണ്ടു ചേർത്ത് അവൻ പറഞ്ഞു. അവളുടെ കവിളിൽ ഒന്ന് തട്ടി അവൻ അകത്തേക്ക് പോയി. പാവം ജെനി, കുറച്ചു മുമ്പ് പോയ കിളികളോ വന്നില്ല, ഇപ്പൊ ബാക്കി ഉണ്ടായിരുന്നതും കൂടി പോയി. അവന്റെ അതരങ്ങൾ പതിഞ്ഞ് അവളുടെ നെറ്റി അവളൊന്ന് തഴുകി. അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞെങ്കിലും പെട്ടെന്ന് തന്നെ മാഞ്ഞു. അവള് ഫോണെടുത്ത് എബിയോടും അഞ്ജുവിനോടും പാച്ചുവിനോടും ബീച്ചിലേക്ക് വരാൻ വിളിച്ച് പറഞ്ഞു. അവളും വണ്ടിയെടുത്ത് ബീച്ചിലേക്ക് പോയി.